നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അസിറ്റീസ് നമ്മുടെ സാധനമാണ്. അതിനകത്ത് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 99 കൊല്ലത്തേക്ക് തരുവുള്ളൂ, ഇല്ലെങ്കിൽ നിനക്ക് ഇത് ഇപ്പം UK പോലും ഇൻഹെറിറ്റൻസിന് എത്ര % ടാക്സ് ആണെന്നറിയാമോ? 30%. അതായത് ഇപ്പം ഞാനൊരു 10 കോടി രൂപയുടെ അസറ്റ് എനിക്കുണ്ട്, ഞാനതെൻ്റെ മക്കൾക്ക് വെറുതെ തീരെഴുതി കൊടുക്കുവാണെങ്കിൽ പോലും 30% സർക്കാരിന് കൊടുക്കണം. നമുക്കിതുവരെ അങ്ങനത്തെ സംഭവം ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ആ ഒരു തീരാധാരം എഴുതി കൊടുക്കുകയാണല്ലോ, അങ്ങനെ സംഭവം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പല രാജ്യത്തും ഉണ്ട്. അപ്പോൾ ഈ യു എയിൽ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ? എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി? അതായത് എങ്ങനെയൊക്കെ ഉള്ള സ്ഥലം വാങ്ങിക്കാം? അതായത് ഇത് തന്നെ ഉണ്ടല്ലോ ഫ്രീ ഹോൾഡ്, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് നമുക്ക് മേടിക്കുന്ന സമയത്ത് നമ്മളൊരു 4% ഗവൺമെന്റിന്, അത് ബുക്ക് ചെയ്യുന്ന സമയത്തേ നമ്മൾ 4%, ഇപ്പോൾ അബുദാബി ആണെങ്കിൽ 2%, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 4% തന്നെയാണെന്ന് തോന്നുന്നു. ടാക്സ് ആണോ? ടാക്സ് അത് നമ്മൾ അടയ്ക്കണം. അത് രജിസ്ട്രേഷൻ ടാക്സ് നമ്മുടെ ഇവിടെ 10% ആണെന്ന് പറയുന്നു, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയില്ലേ. അതിന് പകരം അവിടെ ഒരു 4% DLD ഫീസ് എന്ന് പറഞ്ഞ് നമ്മൾ അടയ്ക്കുന്നു. അത് മാത്രമാണ് അവിടെ ടാക്സ് വരുന്നുള്ളൂ. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമ്മളുടെ മക്കൾക്കും നമ്മളുടെ അവകാശികൾക്കും തന്നെയായിരിക്കും അതിൻ്റെ അവകാശം വരെ. ഇപ്പോൾ ഈവൻ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ അവകാശികൾക്ക് മറിഞ്ഞു പോകും. ഇപ്പോൾ അവർ മുസ്ലിംസ് ആണെങ്കിൽ ശരീഅത്ത് ലോ പ്രകാരവും, നോൺ മുസ്ലിംസ് ആണെങ്കിൽ അവിടുത്തെ യൂണിഫോം സിവിൽ കോഡ് പ്രകാരവും അവകാശികൾക്ക് തന്നെ പോകും. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ യൂണിഫോം സിവിൽ കോഡിൽ പറയുന്നത്? ആസ് യൂഷ്വൽ നമ്മളുടെ ഇത് പറയുന്ന പോലെ തന്നെ നമ്മളുടെ അവകാശികൾക്ക് തന്നെ ആണ് പോകുന്നത്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ദുബായിൽ ഞാനൊരു വില്ല വാങ്ങിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു 5 കോടി രൂപയുടെ ഒരു വില്ല ഞാൻ വാങ്ങിച്ചു. എൻ്റെ കാലശേഷം അത് എൻ്റെ മക്കൾക്കായിരിക്കുമോ പോകുന്നത്? അതെ, മക്കൾക്കായിരിക്കും. 2 രീതിയിൽ ചെയ്യാം. അതായത് സുഹിത്തിന് വേണമെങ്കിൽ സുഹിത്തിന്റെ ഒരു വില്ല് അവിടെ രജിസ്റ്റർ എഴുതി വെക്കാം. അപ്പോൾ ആ വില്ല് പ്രകാരമായിരിക്കും പോകുന്നത്. സുഹിത്ത് ഒരു മുസ്ലിം മതവിശ്വാസി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സുഹിത്തിന് വില്ലൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ സുഹിത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതിയിൽ തന്നെ അത് കൈമറിഞ്ഞു പോകും. മനസ്സിലായി. അപ്പോൾ ഈ ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ദുബായിൽ 2 തരം പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അതിൽ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് GCC കൺട്രിയിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ എമിറേറ്റുകൾക്ക് മാത്രം മേടിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഈ ലീസ് ഹോൾഡ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന പോലെ പൂർണ്ണ സ്വതന്ത്ര അവകാശത്തോടു കൂടി നമുക്ക് കൈവശം വയ്ക്കാം. അതിനെയാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ദുബായിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദുബായിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ അബുദാബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ റാസൽ ഖൈമയിൽ പുതിയ കാസിനോയും മറ്റും വരുന്നു, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഉമൽ ക്വൈൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അങ്ങനെ ഷാർജ, അജ്മാൻ എല്ലായിടത്തും ഇപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആയി വരികയാണ്. ശരി. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാനൊരു റെസിഡൻ്റ് അല്ലാത്ത ഒരാളാണ്. എനിക്ക് ദുബായ് റെസിഡൻസി തരുമോ? തീർച്ചയായിട്ടും കിട്ടും. അത് ദുബായ് 3 തരത്തിലുള്ള റെസിഡൻസിയാണ് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നത് വഴി സുഹിത്തിന് കിട്ടാൻ പോവുക. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750K ദിർഹം, അതായത് നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,80,00,000 രൂപയുടെയൊക്കെ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയും അതിൻ്റെ 100% പേയ്മെൻറ്റ് കൊടുക്കുകയും ആ പ്രോപ്പർട്ടി റെഡി ടു മൂവ് ആവുകയും ചെയ്യുന്ന സമയത്ത് 2 ഇയർ ഇൻവെസ്റ്റർ വിസ സുഹിത്തിന് കിട്ടും. അതായത് ആ പ്രോപ്പർട്ടിയുടെ ബേസിൽ 750K ദിർഹം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരണം എന്ന് മാത്രം. അവിടെ കിട്ടുന്നത് 2 ഇയർ ഇൻവെസ്റ്റർ വിസയാണ് കിട്ടുക. എല്ലാ 2 വർഷം കൂടുമ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഒരു വിസ എന്ന് പറയുന്നത് ഗോൾഡൻ വിസയാണ്. ഒരുപാട് സെലിബ്രിറ്റീസിനും ഐ തിങ്ക് സുഹിത്തിനും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത് ബ്ലോഗർ എന്നുള്ള രീതിയിൽ. അതേപോലെ ഒരു ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി, ഗോൾഡൻ വിസയല്ല കിട്ടുക, ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടും. അത് 2 മില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇന്നത്തെ ഒരു ദർഹത്തിൻ്റെ റേറ്റ് അനുസരിച്ച് 5 കോടി രൂപയ്ക്ക് അടുത്തായി. അതിൻ്റെ 20% പ്രോപ്പർട്ടി വാല്യൂയും 4% ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള DLD ഫീസും കൂടി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എലിജിബിലിറ്റി ഫോർ ഗോൾഡൻ വിസ. അതിനുശേഷം എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, NOC കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ചെറിയൊരു ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് നമുക്ക് ഗോൾഡൻ വിസ കിട്ടും. അത് 10 ഇയേഴ്സിലേക്കാണ്. ഗോൾഡൻ വിസ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു വിസ മാത്രമല്ല, അത് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് നമ്മളുടെ പാസ്പോർട്ടും യാത്രാരേഖകളും കളഞ്ഞു പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് തിരിച്ച് UAയിലേക്ക് തിരിച്ചു വരാനുള്ള സ്പെഷ്യൽ പെർമിറ്റൊക്കെ ഇപ്പോൾ UAE ഗോൾഡൻ വിസ കിട്ടുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. അതേപോലെ വിദേശത്ത് വെച്ചിട്ട് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി UAയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ വല്ല എന്തെങ്കിലും ഒരു കലാപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് UAE ഗവൺമെൻറ് നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്ന കുറേ പ്രോമിസിംഗ് ഒക്കെ ഉള്ളൊരു സാധനമാണ് UAE ഗോൾഡൻ വിസ. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് പ്രോപ്പർട്ടി മേടിക്കുന്നതോട് മേടിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു സാധനം കൂടി ഉണ്ട്, അത് എല്ലാവർക്കും കിട്ടാൻ എലിജിബിൾ അല്ല. 1 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി മേടിക്കുകയും 55 വയസ്സ് കഴിയുകയും ചെയ്യുന്ന ആളുകൾക്ക്
ഒരു 5 ഇയർ ഗോൾഡൻ വിസ കിട്ടും. അത് റിട്ടയർമെൻറ്റ് വിസ എന്നാണ് പറയുന്നത്. ഒരു എന്താ പറയുക, റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ദുബായിൽ ജീവിക്കാനായിട്ട്. അത് 1 മില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ചെയ്യണം, അവർക്ക് മാത്രമായിരിക്കും അത് കിട്ടുക. ശരി. അപ്പം ഈ 5 CR ഏകദേശം അപ്രോക്സിമേറ്റ് 5 CR എമൗണ്ട് കൊടുത്തിട്ട് ഞാനൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് അവർ ഒരു ഗോൾഡൻ വിസ തരുന്നു? ഇല്ല, ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി തരുന്നു. അപ്പോൾ എന്താണ് അതാണ് അതായത് നമ്മളുടെ എല്ലാ പരസ്യങ്ങളിലും കാണുന്നത് ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ വിസ കിട്ടുന്നത്. ഞാനത് മാറ്റി പറയുന്നു, ഗോൾഡൻ വിസ അല്ല കിട്ടുന്നത്, ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി ആണ് നിങ്ങൾ. അതെന്താ വ്യത്യാസം? ഗോൾഡൻ വിസയുടെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡൻ വിസയുടെ എലിജിബിലിറ്റി ഇപ്പോൾ ഒരു നല്ലൊരു വ്ളോഗർക്ക് എലിജിബിലിറ്റി ഉണ്ട്, ഒരു 15 വർഷത്തോളം സർവീസുള്ള ഒരു ഡോക്ടർക്ക് എലിജിബിലിറ്റി ഉണ്ട്, നല്ലൊരു ഗായകന് എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഗോൾഡൻ വിസയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ട്. നമുക്ക് പ്രോപ്പർട്ടിയിൽ ഒരു 5 മില്യൻ്റെ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുന്നു, അവിടെ 24% നമ്മൾ അഡ്വാൻസ് അടയ്ക്കുന്നു, നമ്മൾ എലിജിബിലിറ്റി ആയി. ഇതിനുശേഷം നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. അവിടെ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയുള്ള രോഗങ്ങൾ നമുക്കുണ്ടോ, HIV പോലുള്ള രോഗങ്ങൾ നമുക്കുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഗോൾഡൻ വിസ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വൺ ഓഫ് ദി എലിജിബിലിറ്റി മാത്രമാണ്. അതായത് ഹെൽത്ത് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ? അതോ ഹെൽത്ത് ചെക്കപ്പ് മാത്രം, അതല്ലാതെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെങ്കിലും, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, കുഴപ്പമില്ല. പക്ഷേ പൊളിറ്റിക്കലി ഇതായിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഗോൾഡൻ വിസ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ശരി, ഓക്കെ. കാര്യമായത് ദുബായിൽ ഇപ്പോൾ ഒരു ബിസിനസ് ലൈസൻസ് എടുക്കാനാണെങ്കിൽ പോലും പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്ക് അവിടെ ലൈസൻസ് കിട്ടാനും മറ്റു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയും കൂടി അവിടെ നമുക്ക്. ഇപ്പോൾ നാട്ടിൽ സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ, അത്യാവശ്യം നാട്ടിലാണ് കംപ്ലീറ്റ് ബിസിനസ്, അയാൾക്ക് ദുബായിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനോ ഒന്നുമില്ല, പക്ഷേ ഹീസ് ബൈങ് പ്രോപ്പർട്ടി ഇൻ ദുബായ്, ഹീസ് എലിജിബിൾ ഫോർ ദിസ് ഗോൾഡൻ വിസ ആൻഡ് ഹീസ് ഗോയിങ് ഫോർ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൻ വിസ കിട്ടും. നോർമലി കിട്ടും. നോർമലി വേറെ നമ്മൾ പ്രൊഫൈൽ ബിൽഡിംഗ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. അങ്ങനത്തെ പ്രൊഫൈൽ ബിൽഡിംഗ് കാര്യങ്ങളൊന്നും. ശരി. ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഓൺലി ഫോർ ദ ഇൻഡിവിജ്വൽ ഓർ ഇസ് ഇറ്റ് എ ഫാമിലി വിസ? എന്താണ്, എങ്ങനെയാണത്? ഗോൾഡൻ വിസ കിട്ടുന്നത് ഒരു വ്യക്തിക്കായിരിക്കും കിട്ടുക. ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തിക്കായിരിക്കും കിട്ടുക. പക്ഷേ ആ വ്യക്തിക്ക് ആരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. ഇപ്പം മക്കളെ സ്പോൺസർ ചെയ്യാം. മക്കളാണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിയുന്നവരെ നമുക്ക് സ്പോൺസർ ചെയ്യാം. ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സ് വരെ നമുക്ക് സ്പോൺസർ ചെയ്യാം. അതേപോലെ നമുക്ക് ഫാമിലി വൈഫിനെ നമുക്ക് സ്പോൺസർ ചെയ്യാം, പാരൻസിനെ സ്പോൺസർ ചെയ്യാം, ഇനി നമ്മുടെ ഹൗസ് മെയ്ഡ്, അങ്ങനെയുള്ള ആരെ വേണമെങ്കിലും നമുക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ പക്ഷേ ഗോൾഡൻ വിസ കിട്ടുന്നത് ഒരു വ്യക്തിക്കായിരിക്കും. ശരി.